അങ്ങനെ ഇന്ന് റിലീസായ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി. ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ഒരു വ്യത്യസ്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് വളരെ വിചിത്രമായി പെരുമാറുന്ന കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ സ്ക്രീനിലേക്ക് ഇങ്ങനെ വന്നു പോവുകയാണ്. അപ്പോൾ അവരെങ്ങനെ പെരുമാറും, എന്ത് പെരുമാറും, എന്ത് ഡയലോഗായിരിക്കും പറയുക എന്നൊന്നും യാതൊരു ഐഡിയ നമുക്കുണ്ടാവില്ല. കാരണം നമ്മൾ ഒരു എന്താ പറയുക, യൂഷ്വലായിട്ട് നമ്മളൊരു സിനിമ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലത്തെ അല്ല. അപ്പം എല്ലാവരും ഭയങ്കര എക്സെൻട്രിക്കായിട്ട് ഓവർ ദ ടോപ്പായിട്ട് പെരുമാറുന്ന ഇതാണ്. കഥയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും ചേട്ടാ ഇങ്ങനെ പോകുന്ന ഒരു കഥ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് ലെഫ്റ്റ് ടേൺ എടുക്കും, റൈറ്റ് ടേൺ എടുക്കും, ചിലപ്പോൾ റൗണ്ട് അബൌട്ട് കറങ്ങുന്ന പോലെ കറങ്ങും. അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലാണ് ഈ ഒരു സിനിമ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. അപ്പം ആ ഒരു മീറ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സിനിമയുടെ ഒരു എസൻസ് അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ലോജിക്ക് എവിടെ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെയല്ലല്ലോ പെരുമാറുക ആൾക്കാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പം ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. പക്ഷേ തീർച്ചയായിട്ടും സിനിമയിൽ കുറേ ഡൾ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ എടുത്ത് പറയാനായിട്ട്. നല്ല രീതിയിൽ ഒരു ലാഗ് അടുപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ചൊരു മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കൂടെ ഒന്ന് ക്രിസ്പാക്കി എടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ തമാശകളെല്ലാം നല്ല രീതിയിൽ എനിക്ക് വർക്കൗട്ടായി. തിയേറ്ററിൽ നിന്ന് ഭൂരിഭാഗം പ്രേക്ഷകർക്ക് വർക്കൗട്ടായിരുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ലാൽ അവതരിപ്പിച്ച കഥാപാത്രമാണ്. ത്രൂ ഔട്ട് അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പൊട്ടിച്ചിരി ഉണർത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മാത്രമല്ല മറ്റ് പല കഥാപാത്രങ്ങളും ചിലരൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ക്ലീഷേഡായി പോയി എന്ന് എനിക്ക് തോന്നി. എന്നിരുന്നാലും ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഒരു നീറ്റായിട്ട് വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകരെന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സിനിമകൾ നമുക്ക് വരണം. അല്ലാതെ എപ്പോഴും നമുക്കൊരു ടിപ്പിക്കൽ ടെംപ്ലേറ്റിൽ വരുന്ന ഒരു ക്ലീഷേ കഥയും പാത്രങ്ങളും മാത്രം മതി ആണല്ലോ. അപ്പം നമുക്ക് വ്യത്യസ്തതകൾ വേണം. അപ്പം ആ ഒരു രീതിയിൽ നോക്കി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ഇതാണ് ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം.